ഹായ്. അപ്പം രാവിലെ 5:30 മണിയായി. നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിലാണ്. നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് ജനറൽ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. ഹംദുമോൻ്റെ കണ്ണിന് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. രാവിലെ 5:30 ആറ്റിങ്ങലിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ നമ്മളിവിടെ എത്തും. 80-90 ടോക്കണാണ് നമുക്ക് കിട്ടുന്നത്. അത്രയ്ക്ക് തിരക്കാണ്. അവിടെ രശ്മി എന്ന് പറഞ്ഞിട്ടൊരു മാഡം ഉണ്ട്. അവരെയാണ് കൂടുതൽ എല്ലാവരും കാണിക്കുന്നത്. അപ്പം അന്ന് ഈ മാഡം ഉള്ള ദിവസമായതുകൊണ്ട് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. നിന്ന് അങ്ങറ്റം വരെ ക്യൂ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ക്യാൻറ്റീനിൽ നമ്പറൊക്കെ ഇട്ട് വാങ്ങിയിട്ട് നമ്മൾ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അവിടെ ഉള്ളതിലേക്ക് എനിക്കിഷ്ടപ്പെട്ടത് പൂരിയും കറിയായിരുന്നു. പിന്നെ ഇഡലിയും സാമ്പാറും അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല വൃത്തിയാണ്, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മളവിടെ ഒരു മരത്തിൻ്റെ മൂട്ടിലിങ്ങനെ റെസ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്, നമ്മൾ വിളിക്കുന്നതും കാത്ത്. നല്ല തിരക്കാണ് ഇവിടെ. നല്ല തിരക്ക് മാത്രമല്ല, അടിയും നല്ല അടിയും, പൊരിഞ്ഞ അടിയും. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. എനിക്ക് തോന്നുന്നു 10,000-2,000 പേരെങ്കിലും വരുമെന്ന് തോന്നുന്നു. 500 അല്ല. 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 4 മണി. ഭയങ്കര അടിയായിരുന്നു, പൊരിഞ്ഞ അടി. അമ്മമാർ കുറച്ച് പേര് ഇടയിൽ കയറുമ്പം കുറേ പേര് വന്ന് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ തമ്മിൽ തല്ലും അടിയാവും. എൻ്റെ ഫ്രണ്ടിൽ കുറേ പേര് കയറി. ഞാൻ പിന്നെ പ്രായമുള്ള ആൾക്കാരല്ലേ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് പാവം തോന്നും. ഞാൻ മിണ്ടായിരുന്നു. അങ്ങനെ ഒരാളൊന്നും എന്നെ കുറേ വഴക്ക്, കിഴങ്ങ് കണക്ക് അവിടെ ഇങ്ങനെ നിൽക്കാം. എടുത്ത് നോക്കി നീ എന്തോന്ന് പെണ്ണ്. അപ്പം ബാക്കിൽ നിന്നവരെ കുറേ വഴക്ക് പറഞ്ഞു. പക്ഷെ എന്നെ കൊണ്ട് എന്തോ പ്രായമുള്ളവരല്ലേ എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്തോന്ന് പറയും. അവരവരല്ലേ അത് മനസ്സിലാക്കാനുള്ളത്, നമ്മളാണ് പറയാനുള്ളത്. ഇരുന്നിരുന്ന് മരവിച്ച് ഇപ്പം മരത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവന് കമ്പ് മുട്ടായി വേണം, അത് വേണം, ഇത് വേണം. ടൂർ വന്നേക്കല്ല, കണ്ണ് കാണിക്കാൻ വന്നേക്കാണ്. ടൂറിന് പോകണവർ മാത്രമേ കമ്പൂട്ടായി. കണ്ണിന് കാഴ്ച കുറവാണ്, അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇവിടെ ട്രിവാൻഡ്രത്ത് ഈ ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ കണ്ണിൻ്റെ. കാരണം നമ്മൾ 2 സ്ഥലത്തേക്ക് കാണിച്ച്, പക്ഷേ അവിടെ നിന്ന് എന്തോ ഒരു അത്ര തൃപ്തിയില്ലാത്ത പോലെ തോന്നി. അപ്പം ഫൈനലായിട്ട് യഥാർത്ഥത്തിൽ എന്തോന്നാണ് പ്രശ്നമെന്ന് അറിയണമെങ്കിൽ ഇവിടെ വന്നാലേ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വിചാരിച്ച് എന്തായാലും ഇവിടെ വന്നത് നോക്കാം. കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഇവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോഴല്ലേ പഠിച്ചോലെ എന്തൊരു ക്യൂ, എന്തൊരാൾ. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മെനക്കെട്ട് വേണം വരാൻ. ഒരു ദിവസം പോവും, സമാധാനമായിട്ട് വന്നിരിക്കണം. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് 1 മുതൽ 10 വരെയുള്ള ടോക്കൺ. എൻ്റെ 65ആണ്. 1 മുതൽ 10 വരെ വിളിക്കും. പിന്നെ 10 to 20, 30 to 40, 40 to 50. എത്ര സമയം മിക്കവാറും 5-6 തോന്നുന്നു. നമ്മളിവിടെ എങ്ങനെ ഇരിക്കുന്നു. ക്യാൻറ്റീനൊക്കെ ഉണ്ട് എൻ്റെ ബാക്കിൽ. ബാക്ക് ക്യാമറ വർക്കാവുന്നു. ഇതാണ് ക്യാൻറ്റീൻ. കുടുംബശ്രീ കുടുംബശ്രീ കാറ്ററിംഗ് ക്യാൻറ്റീൻ ആൻഡ് കാറ്ററിംഗ്. കുഴപ്പമില്ല. പൂരി വാങ്ങിച്ച് കഴിച്ചു. നല്ല പൂരിയും കടലക്കറിയായിരുന്നു. ചായയും കൊള്ളാം. എനിക്ക് വീട്ടിൽ പോകണം. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പം കഴിക്കാൻ വേണ്ടി വന്ന്. പക്ഷേ വലിയ സന്തോഷമൊന്നുമില്ല. കാരണം അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് അടുത്ത 21-ാം തീയതി വന്നാൽ മതി.
അവർക്ക് കുറേ കൂടെ ഇവൻ്റെ കണ്ണിൽ മരുന്ന് ഒഴിച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മൾ ആ ഒരു വിഷമത്തിൽ നേരെ സംസമിൽ വന്ന് കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ച്. വിഷമം വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണല്ലോ ചെയ്യുന്നത് സാധാരണ. അപ്പം അങ്ങനെ നമ്മൾ കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവനും ഞാനും കൂടെ കുഴിമന്തി കഴിച്ച്. ഉമ്മായും കുഴിമന്തി തന്നെ കഴിച്ചത്. ഉമ്മ കുഴിമന്തി അധികം ഇഷ്ടമല്ല, സാധാരണ ഊണാണ് കഴിക്കുന്നത്, ഒന്നും വേണ്ടാന്ന് പറഞ്ഞായിരുന്നു അന്ന് ഉച്ചയ്ക്ക്. പിന്നെ നമ്മൾ ഹാഫാണ് വാങ്ങിയത്, അങ്ങനെ പിന്നെ ഷെയർ ചെയ്തങ്ങ് കഴിച്ച്. പക്ഷേ വലിയ സന്തോഷമൊന്നുമില്ല. ഇനി 21-ാം തീയതി ഇതുപോലെ വന്ന് നിൽക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ വരുമ്പോൾ ആകെ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതുപോലെ നിൽക്കുന്നതാണ്, നിന്ന് വട്ടാവും. അപ്പം അതും കഴിഞ്ഞിട്ട് ഞാൻ മാത്രം ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചതാണ്. കാരണം അവന് ഭയങ്കര തൊണ്ടവേദനയായിരുന്നു. അപ്പം അതുകൊണ്ട് അവൻ പറഞ്ഞ് വേണ്ടമ്മ ഉമ്മ കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ഇടയ്ക്ക് ഡയറ്റൊക്കെയാണ്, എന്നാലും പിന്നെ ഇത് കാണുമ്പോൾ ഒരു കൊതി വന്നിട്ട് ഞാനങ്ങ് കഴിച്ച്. ലാസ്റ്റ് പിന്നെ മതിയായി. കാരണം പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് കളയാനും പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഞാനങ്ങ് കഴിച്ചു മൊത്തം. പക്ഷേ ഞാൻ സംസമിൽ പോകുമ്പോൾ സാധാരണ എപ്പോഴും ഇത് തന്നെയാണ് വാങ്ങിക്കാറ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതും കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിലാണ് വന്നത്, തിരിച്ച് ബസ്സിൽ തന്നെ പോകുന്നത്. അപ്പം എന്തോന്നോ ഒരു സാധനം, അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, മറന്നുപോയി. അപ്പോൾ അവൻ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് വാങ്ങിച്ചതാണ്, അവിടെ തമ്പാനൂരിന്ന്. അങ്ങനെ അത് ബസ്സിലിരുന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് എന്തായാലും അങ്ങ് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇനിയിപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇപ്പം താങ്കൾ എവിടെയാണ്? അവിടെ നിന്ന് വന്ന് സംഭവബഹുലമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഭയങ്കര തൊണ്ടവേദന, ഛർദ്ദിൽ, അത് ഇതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ ഇപ്പോൾ KTCറ്റിലോട്ട് വന്നു. എന്നിട്ടിപ്പം ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കുന്നു. ക്യാൻറ്റീനിൽ വരാൻ വേണ്ടിയാണോ ഈ അടവൊക്കെ കാണിച്ചതെന്ന് എനിക്കൊരു ഡൗട്ട്. ഇപ്പം എങ്ങനെയുണ്ട് മരുന്ന് കുടിച്ചിട്ട്? കുറവുണ്ടോ?